ഫെങ്ഷുയി പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു വീട് പണിയുമ്പോൾ പ്രാധാന്യമുള്ള കാര്യങ്ങളിൽ ഒന്ന് കിച്ചൺ തന്നെയാണ്. അപ്പോൾ കിച്ചൻ്റെ കാര്യത്തിൽ ഒത്തിരി സ്ഥലങ്ങളിൽ, അതായത് ഒന്നാം സ്ഥാനം, രണ്ടാം സ്ഥാനം, മൂന്നാം സ്ഥാനം, ഇങ്ങനെ പല സ്ഥലങ്ങളിൽ കിച്ചന് പ്രാധാന്യം പറയുന്നുണ്ട്, പല സ്ഥലങ്ങളിൽ ചെയ്യാമെന്നും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കെ നമുക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു സ്ഥാനം ഏതാണ് എന്നുള്ളതാണ് ഞാൻ അതിനെപ്പറ്റിയാണ് സംസാരിക്കുന്നത്. നമുക്ക് ഓരോ ദിക്കിനും, ഇപ്പോൾ ഒരു വീട് നമ്മൾ എടുക്കുമ്പോൾ വീട് ഒന്നുകിൽ അത് സ്ക്വയർ ആയിരിക്കും അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ആയിരിക്കണം എന്നുള്ളതാണ് വാസ്തുവിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓരോ ദിക്കിനും, അതായത് 4 മൂലകളാണ് വരുന്നത്, ഓരോ ദിക്കിനും ഓരോ പേരുണ്ട്. കന്നിമൂല, തെക്ക് പടിഞ്ഞാറ് മൂല കന്നിമൂല, സൗത്ത് വെസ്റ്റ് കോർണർ കന്നിമൂല. അത് കണക്ക് വടക്ക് പടിഞ്ഞാറ് വായുകോൺ, അതുപോലെ വടക്ക് കിഴക്ക് ഈശാനകോൺ, അത് കഴിഞ്ഞ് തെക്ക് കിഴക്ക് അഗ്നികോണം. അപ്പോൾ നമുക്ക് ഓരോ ദിക്കിലും ഓരോ പേരുണ്ട്. ഈശാനകോണ്, വടക്ക് കിഴക്ക് ഈശാനകോണ്, ഈശ്വര സങ്കല്പമുള്ള സ്ഥലം, വാസ്തുപുരുഷൻ്റെ ശിരസ് വരുന്ന സ്ഥലം, ശിവൻ്റെ സങ്കല്പമുള്ള സ്ഥലം ഒക്കെയാണ് തെക്ക് പടിഞ്ഞാറെന്ന് പറയുന്നത്. വായുകോണുണ്ട്, പിന്നെ അഗ്നികോണുണ്ട്. അഗ്നികോണിൽ ലക്ഷ്മി ദേവി വസിക്കുന്നു എന്നും പറയുന്നു. സമ്പത്തിൻ്റെ ദേവതയാണ് ലക്ഷ്മി ദേവി. അപ്പോൾ ഞാൻ ഒത്തിരി നാളത്തെ ഒരു പ്രാക്ടീസും ഉണ്ട്. ഇപ്പോൾ നമുക്ക് വാസ്തുവിൽ പറയുമ്പോൾ നമുക്ക് അഗ്നികോണിൽ 1-ാം സ്ഥാനം പറയുന്നുണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് വായുകോണിൽ പറയുന്നുണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഈശാനകോണിലും പറയുന്നുണ്ട്. ഈ 3 സ്ഥലത്തും അടുക്കള ചെയ്യാം. ഈ 3 സ്ഥലങ്ങളിലും കേരളത്തിൽ വാസ്തുക്കാർ അടുക്കളയ്ക്ക് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അഗ്നികോണിലെ അടുക്കള കൂടുതൽ ഗുണകരമായി ഞാൻ കണ്ടിട്ടുണ്ട്. അഗ്നികോണിൽ അഗ്നി ചെയ്ത് അവിടെ അടുക്കള വരുന്നത് കൂടുതൽ ഗുണകരമായി ചെയ്ത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ വടക്ക് പടിഞ്ഞാറ് വായുകോണിലും ചെയ്യാം. അതുപോലെ ഈശാനകോണിലും അടുക്കള ചെയ്യുന്നുണ്ട്. ഈശാനകോണിൽ അടുക്കള ചെയ്യുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, ഈശാനകോണിലേ നിങ്ങൾക്ക് അടുക്കള ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഈശാനകോണിലാണ് നിങ്ങളുടെ അടുക്കളയെങ്കിൽ നിങ്ങൾ ആ അടുക്കളയുടെ സ്റ്റൗ എങ്കിലും അഗ്നികോണിലേക്ക് മാറ്റുക. എന്നിട്ട് ഈശാനകോണിൽ സിങ്കും വയ്ക്കുക. അത്രയെങ്കിലും അടുക്കളയിൽ ആ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ ഈ അടുക്കളയിൽ സ്റ്റൗ എവിടെ, സിങ്ക് എവിടെ, അതിൻ്റെ മറ്റ് ക്രമീകരണങ്ങൾ എങ്ങനെയായിരിക്കാം എന്നുള്ളത് പറയാം. ഇത് ഞാനൊരു വീടിൻ്റെ പ്ലാൻ വരച്ചിരിക്കുകയാണ്. വീടിൻ്റെ പ്ലാൻ വരച്ചിരിക്കുമ്പോൾ ഇത് ഞാൻ ഇതിനകത്ത് അഗ്നികോണിലാണ് അടുക്കളയുടെ സ്ഥലം മാർക്ക് ചെയ്തിരിക്കുന്നത്. അടുക്കള ഈ വീട്ടിൽ അഗ്നികോണിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പം അഗ്നികോണിൽ ഇത്തരത്തിലൊരു സ്ലാവ് പണിയുക. സ്ലാവ് പണിഞ്ഞിട്ട് ഇതിൻ്റെ ഇവിടെ നിന്ന് ഇത്ര വരെ അടി വിട്ടിട്ട് ഇവിടെ നിങ്ങൾക്ക് അടുപ്പോ സ്റ്റൗവോ പണിയാം. അഗ്നികോണിൽ ഇവിടെ നിങ്ങൾക്ക് സിങ്കും പണിയാം. ഇത് ഈസ്റ്റ് നോക്കി നിന്ന് പാചകം ചെയ്യാം. ഓക്കെ, ഈ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ ഇത് ചെയ്യാം. ഒരു ഡോറ് കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഡോറ് കൊടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു സ്ലാബ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കിച്ചണിലേക്കുള്ള മറ്റ് സാധനങ്ങൾ എല്ലാം ഈ ഭാഗത്ത് എടുത്ത് വയ്ക്കാം. അതായത് നമ്മൾ ഒരു കാര്യം മൊത്തത്തിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴായാലും, അത് മൊത്തം പറമ്പിലായാലും വീടിലായാലും റൂമിലായാലും, നമ്മൾ എപ്പോഴും ഭാരമുള്ള വസ്തുക്കൾ കയറ്റി വെക്കേണ്ട സ്ഥലമെന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറ് ഈ ഒരു ഭാഗത്ത്. അതായത് മൊത്തത്തിലെടുക്കുമ്പോൾ ഇങ്ങനെ തെക്ക് പടിഞ്ഞാറ് ഈ ഒരു ഭാഗത്ത് നമുക്ക് വെയിറ്റുള്ള വസ്തുക്കളെല്ലാം വയ്ക്കണം. ഇപ്പം നമ്മൾ വീട് പണി നടന്നതിന് ശേഷം നമുക്ക് കുറച്ച് പാറ ബാലൻസ് വന്നു. നമുക്ക് ഈ പാറ ഇത് എവിടെ വെക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നേരെ കന്നിമൂലയെ കൊണ്ടുപോയി ഈ ഭാഗത്ത് പാറകൾ കൂട്ടിയിട്ട് ഇവിടെ ഇടുന്നത് നല്ലതാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കന്നിമൂല ഭാഗം ഉയർന്നിരിക്കുകയും കന്നിമൂല ഭാഗത്ത് മാക്സിമം വെയിറ്റ് കയറി നിൽക്കുകയും ചെയ്യാം. അപ്പം നിങ്ങൾക്ക് തെക്ക് ഭാഗത്തും തെക്ക് പടിഞ്ഞാറും വെയിറ്റ് എപ്പോഴും കയറ്റുന്നത് നല്ലതായിരിക്കും. അത് മൊത്തം പറമ്പിലായാലും ശരി തന്നെ, മൊത്തം വീടിലായാലും ശരി തന്നെ, ഒരു റൂമിലായാലും ശരി തന്നെ. അപ്പം ഇവിടെ ഇതുപോലെ ഭാരങ്ങൾ കയറ്റി വെച്ച് ഇവിടെ ഇതിനെ കറക്റ്റ് ചെയ്യാം. വളരെ ഫ്രീ ആക്കി ഇടേണ്ട സ്ഥലം എന്ന് പറയുന്നത്, ഒന്നാമത്തത് വടക്ക് കിഴക്ക് ഭാഗവും പിന്നെ വടക്കും കിഴക്കും. ഈ ഭാഗം എപ്പോഴും ഒഴിച്ചിടുന്നത് വളരെ ഗുണം ചെയ്യും. വടക്ക് കിഴക്ക് ഭാഗം. അപ്പം ഇവിടെ ഇത്തരത്തിൽ നമുക്കിങ്ങനെ ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ഒരു കാരണവശാലും തെക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങൾക്ക് കിച്ചൺ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്തൊരു ഓപ്ഷൻ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ചെയ്യാം. വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പം ഇവിടെ നിന്നാണ് ഈ റൂമിലേക്ക് കയറാനുള്ളൊരു സൗകര്യം കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചു. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു സ്ലാവ് പണിഞ്ഞിട്ട് കിഴക്കോട്ട് ഇവിടെ സ്റ്റൗ ഇങ്ങനെ വെച്ച് കിഴക്കോട്ട് നോക്കി നിന്ന്, അതായത് ഈ റൂമിൻ്റെ അഗ്നികോണിലെങ്കിലും അടുപ്പ് വരുന്ന രീതിയിൽ കിഴക്കോട്ട് നോക്കി ഇവിടെ സിങ്കും വെച്ചിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് ഇതിന് നോർത്ത് വെസ്റ്റിൽ കിച്ചൺ ചെയ്യാം. അതല്ല അവിടെയും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് നോർത്ത് ഈസ്റ്റിലേക്ക് മാത്രമേ ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്നുണ്ടെന്നുണ്ടെങ്കിൽ
ഇവിടെയാണ് നമ്മുടെ കിച്ചൺ വന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഭാഗത്ത് വടക്ക് പടിഞ്ഞാറുനിന്ന് ഇവിടെ നിന്നൊരു എൻട്രൻസ് കൊടുത്തുകൊണ്ട് ഈ ഭാഗം ഇത്രയും സ്ലാബ് പണിഞ്ഞിട്ട് ഇതിൻ്റെ അഗ്നിക്കോണിൽ നമുക്ക് സ്റ്റൗ വയ്ക്കാം. ഇതിവിടെ സിങ്കും വെച്ചുകൊണ്ട് ഈ കിച്ചൺ ഇത്രയെങ്കിലും ഈ നോർത്ത് ഈസ്റ്റ് ഭാഗത്തിലെ കിച്ചണിൽ എടുക്കാം. അപ്പോൾ നമുക്ക് കിച്ചൻ്റെ 3 സ്ഥാനങ്ങൾ പറയുന്നുണ്ട്. പിന്നെ അഗ്നിക്കോണ് പറയുന്നുണ്ട്, വടക്ക് പടിഞ്ഞാറ് പറയുന്നുണ്ട്, ഈശാന കോണ് പറയുന്നുണ്ട്. ഈ 3 ഭാഗവും പറയുന്നുണ്ട്. തെക്ക് കിഴക്ക്, വടക്ക് പടിഞ്ഞാറ്, വടക്ക് കിഴക്ക്. അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്താണ് നിങ്ങൾ അടുക്കള പണിയുന്നതെന്നുണ്ടെങ്കിൽ ഈ ഈശാന കോണിൽ അടുപ്പൊന്ന് ഒഴിവാക്കി ഇത് ഈ ഭാഗത്തിലേക്ക് അഗ്നിക്കോണിലേക്ക് മാറ്റിയിട്ട് ഇവിടെ സിങ്ക് ചെയ്തുകൊണ്ട് ഈ ഭാഗത്ത് നിങ്ങൾക്ക് കിച്ചൺ ചെയ്യാം. അത്രയെങ്കിലും കിച്ചൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലാണ് ഒരു കിച്ചൺ ശ്രദ്ധിക്കേണ്ടത്. എപ്പോഴും ഈസ്റ്റ് നോക്കി നിന്ന് പാചകം ചെയ്യുന്നതാണ് വാസ്തുപരമായിട്ട് എപ്പോഴും നല്ലത്. അതേ കണക്ക് തന്നെ കിഴക്ക് ഭാഗത്തുള്ള ജനലുകൾ എപ്പോഴും തുറന്നിടുന്നത് വളരെ നല്ലതായിരിക്കും. കിഴക്ക് ഭാഗത്തുള്ള വീടിൻ്റെ ഫ്രണ്ടിൽ കിഴക്ക് ഭാഗത്തുള്ള എല്ലാ ജനലുകളും വാതിലുകളും എപ്പോഴും തുറന്നിട്ട് കഴിഞ്ഞാൽ ആ രാവിലെയുള്ള ഒരു പിന്നെ സൂര്യൻ്റെ കിരണങ്ങൾ വരാനും മറ്റേ അതിലുള്ള നെഗറ്റിവിറ്റി പോകാനും കൂടുതൽ ഊർജ്ജം വീടിന് കിട്ടാനും ഇത് ഏറ്റവും നല്ലതായിരിക്കും. അപ്പം എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.